ഈ റേസിൽ ഞാൻ തന്നെയാ ജയിക്കുക. ഈ റേസിൽ ചാമ്പ്യൻ ഞാനാണ് ടക്കേല. അങ്ങനെയാണോ? ആരാണ് യഥാർത്ഥ ചാമ്പ്യൻ, ആരാണ് ശരിക്കുള്ള കുരങ്ങനെന്ന് നമുക്കിപ്പോ മനസ്സിലാവും. ശരിയായി പറഞ്ഞു. ചീറ്റർ പക്കേലേ. ഹാപ്പി ഹാലോവിൻ ടക്കേല. ഇപ്പോൾ മനസ്സിലായോ ആരാ ചാമ്പ്യൻ, ആരാണ് മത്തങ്ങ തലയനെന്ന്? അവിടെ നിക്കടാ ചാമ്പ്യ. നിന്നെ ഇന്ന് ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ഞാൻ പട്ടിക്കിട്ടോളാടാ. ഞാനിതാ എത്തിക്കഴിഞ്ഞു പക്കേല. ഈ പക്കേലിനെ ഒരു പംകിൻ കൊണ്ട് പിടിക്കാൻ കഴിയത്തില്ല. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ വന്ന് പിടിക്ക് ടക്കേല. ഇതേതോ ഒരു അപൂർവ ജീവിയെ പോലെ ഉണ്ടല്ലോ. ഏലിയൻ ആണോ, മാജിക് ആണോ, ചിട്ടി റോബോട്ടാണോ? മനുഷ്യനെ പോലെ ഇല്ലല്ലോ. ഏലിയൻസ്, ഏലിയൻസ്. ഇവർ ഏലിയൻസ് അല്ല, എന്റെ യൂസ്ലെസ് അസിസ്റ്റൻസാ. ഭൂത അസിസ്റ്റന്റ്. ഭൂതം. അപ്പൊ നിങ്ങളോ? ഇവരുടെ ബോസ്, ഭൂതം ബോസ്. പേടിക്കണ്ട, നിന്റെ ഫ്രണ്ടാണെന്ന് കരുതിക്കോ. ഫ്രണ്ടോ? നിന്റെ കരച്ചില് കാരണം എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. നീ കരയാനുണ്ടായ കാരണം എന്താണെന്ന് എന്നോട് പറയൂ. എന്തെങ്കിലും പ്രശ്നത്തിലാകപ്പെട്ടോ? എന്താ നിങ്ങളുടെ പ്രശ്നം? ഇവൻ പറഞ്ഞത് നിങ്ങൾ വലിയ പ്രശ്നത്തിലാണെന്നാ. സോറി. അപ്പൊ ഇവർക്ക് നമ്മളെ കാണാൻ കഴിയോ ബോസ്? അപ്പോൾ ഇന്നുള്ള കേസ് നമുക്ക് കിട്ടി. ഹലോ, നമസ്കാർ, വന്ദനം. ആരാണ് നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതാക്കിയത്? ഡഗറു സേട്ട് ഒരു കൂലിപ്പണിക്കാരനാ. ഞാനിവിടെ ഒരു സ്റ്റേഷൻ മാസ്റ്ററായി ജോലി ചെയ്യുമായിരുന്നു. ഡഗറു സേട്ടും അവന്റെ കൂട്ടനും ചേർന്ന് ഇതിലൂടെ വരുന്ന ട്രെയിനിലൊക്കെ കയറി മോഷ്ടിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ അവരെ കൈയോടെ പിടികൂടി. പക്ഷെ അവര് മോഷ്ടിച്ച തൊണ്ടി സാധനങ്ങളൊക്കെ എന്റെ ഓഫീസിൽ ഒളിപ്പിച്ച് വെച്ച് എന്നെ കള്ളനാക്കി മാറ്റി. അതുകൊണ്ട് റെയിൽവേന്ന് തന്നെ എന്നെ പുറത്താക്കി. എന്റെ കുടുംബക്കാരും എന്നെ വെറുത്തു. ആരും തന്നെ എന്നോട് മിണ്ടാറില്ല. നിങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണല്ലോ. ജോലിയും പോയി, ജയിലിലുമായി. അതും ചെയ്യാത്ത കുറ്റത്തിന്. ഈ ഡഗ്രു സേട്ട് സ്വന്തം ലാഭത്തിന് വേണ്ടി നിങ്ങളെ കരുവാക്കിയതാണ്. എന്താ ശരിയല്ലേ? പോരാത്തതിന് ഒരുപാട് കൊള്ളയടിച്ചിട്ടുണ്ട്. അവന്റെ പേര് തന്നെ ശരിയല്ല, ഡഗ്രു സേട്ട്. അവനൊരു ബുദ്ധി കൂർമ്മയുള്ള അപകടകാരിയാണ്. അവന്റെ അടുത്തൊരു മാസ്റ്റർ കീ ഉണ്ട്. അവൻ ലോകത്തിലുള്ള ഏത് പൂട്ടും അതിനെ കൊണ്ട് തുറക്കും. ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കുവാൻ ആ ഡഗ്രു സേട്ടിന്റെ കള്ളത്തരങ്ങൾ ഞാൻ ഈ ലോകത്തിന് മുൻപ് കൊണ്ടുവരും. അതിന് നിങ്ങളുടെ അടുത്ത് വല്ല പദ്ധതിയുമുണ്ടോ? കുറച്ചു സമയത്തിനുള്ളിൽ മഹാനഗർ എക്സ്പ്രസിംഗ് എത്തും. അതിൽ ദംദം നഗരിലെ മഹാരാജാവിന്റെ ഖജനാവും വരുന്നുണ്ട്. ഡഗ്രു സേറ്റും ഈ കാര്യം അറിയാലോ. ആ ഖജനാവിനെ മോഷ്ടിക്കാൻ തീർച്ചയായിട്ടും വരും. അതെ അതെ. പക്ഷെ നിധിക്ക് പകരം അവന് കിട്ടാൻ പോകുന്നത് അവന്റെ പാപത്തിനുള്ള ശിക്ഷയാ. എക്സാക്ട്ലി. യുവർ ബോസ്. കം വരൂ, പാപത്തെ ദൂരീകരിക്കാം. വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്. വന്ന ഉടനെ നമ്മൾ നമ്മുടെ ജോലി തുടങ്ങണം. ഇത് ഡഗരു സേട്ടിന്റെ മാസ്റ്റർ കീ ആണ്. ഇതുകൊണ്ട് സ്വർഗത്തിന്റെ വാതിലും തുറക്കാവുന്നതാണ്. വരൂ ഗോട്ടമോട്ട. എന്റെ കൈ ഇപ്പോഴേ ചൊറിയാൻ തുടങ്ങി. എന്റെ ഖജനാവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡഗ്രു സേറ്റ്,
ഡാഗ്രു സേട്ട്, ഞങ്ങൾക്കും ജോലി പഠിക്കണം. നിന്നെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. ആരാടാ നിങ്ങൾ രണ്ടുപേരും? എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഐ എം പക്കോസ്കെ. ഞാനാണ് ടക്കോസ്കി. ടക്കോസ്കി പക്കോസ്കിയോ? എന്തോന്ന് മരുന്നിന്റെ പേരൊക്കെ പറയുന്നു? മര്യാദയ്ക്ക് ആളെ മെനക്കെടുത്താതെ പോവാനാ പറഞ്ഞു ഇവിടുന്ന്. ട്രെയിൻ വരാൻ സമയമായി, വേഗം ഇവിടുന്ന് പൊയ്ക്കോ. മനസ്സിലായോ? എന്റെ ഖജനാവ് വരുന്നുണ്ട്. ഞങ്ങൾ ടക്രിലു ലാൻഡിൽ നിന്നാ വന്നിരിക്കുന്നത്. നിന്റെ അടുത്ത് എങ്ങനെ മോഷ്ടിക്കാന്നുള്ളത് ഞങ്ങൾ അറിയാൻ വേണ്ടി വന്നിരിക്കുക. ഇന്റർനെറ്റിൽ നിന്നെ കുറിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ അറിഞ്ഞതാ. നീ സാധനങ്ങൾ കൊള്ളയടിക്കുന്നതിൽ വളരെ കേമനാന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരും ഗോ, സൺഡേ കം, അന്ന് പഠിപ്പിക്കാം. ഇപ്പൊ ആക്ഷൻ ടൈമാണ്, ട്യൂഷൻ ടൈം അല്ല. താങ്ക് യു, ഗുഡ് ബൈ. പ്ലീസ് ടക്രു സേട്ട്. പ്ലീസ്. എന്നാ രണ്ടുപേരും കേട്ടോളൂ കേട്ടോ. നമ്മൾ മോഷണം നടത്തിയതിനു ശേഷം യുവമാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അല്ല, അതെന്താ? ഇതാണ് മാസ്റ്റർ കീ. ഇതുകൊണ്ട് ലോകത്തിൽ ഏത് പൂട്ടും ഞാൻ തുറക്കും. ഓ, ഏത് പൂട്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാവോ? ഞങ്ങളുടെ അടുത്തും ഒരുപാട് അതുപോലെ മാസ്റ്റർ കീസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഒരുപാടുണ്ട്. എന്റെ കയ്യിൽ മാസ്റ്റർ കീസ് ഉണ്ട്. സെയിം ടു സെയിം ഉണ്ട്. അയ്യോ, നിങ്ങൾ എന്തായി കാണിച്ചു വെച്ചത്? നിങ്ങൾക്ക് ഇന്നും ഒരുപാട് മാസ്റ്റർ കീസ് വേണോ? ഇന്നാളൂ, എടുത്തോളൂ. ഞങ്ങളുടെ അടുത്ത് ഒരുപാട് മാസ്റ്റർ കീസ് ഉണ്ട്. അയ്യോ, ചേട്ടന്റെ മാസ്റ്റർ കീ എവിടെ പോയി അറിയുന്നില്ലല്ലോ. നീ അങ്ങോട്ട് നോക്കേ. ഇതാണോ നോക്കിയേ? അല്ലല്ല, എന്നാ പിന്നെ ഇതാണോ? ഒരുപാടുണ്ടല്ലോ, ഇതിൽ ഏതാണ്? എടാ ഗോട്ട മോട്ട വണ്ടി പോയടാ. ഇതിനൊക്കെ കാരണം ഈ നിൽക്കുന്ന രണ്ടുപേരാണ്. എടാ പിടിക്കടാ അവന്മാരെ, വിടരുത്. എന്റെ ഖജനാവ് പോയല്ലോ. ലെറ്റ്സ് പ്ലേ. ഡ്യൂപ്ലിക്കേറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്. ഇതെന്ത് മാന്ത്രികവാടാ? ആ ബോഗിയുടെ പുറകിൽ ജെറാക്സ് മെഷീൻ വല്ലതും ഉണ്ടോ? രണ്ടുപേരെങ്ങനെയാടാ 4 പേരായി മാറിയത്? ചേട്ടോ, ഞങ്ങളാണ് ഒറിജിനല്. ചേട്ടോ, അവര് കള്ളം പറയുവാ. മാന്ത്രികരാണെന്നാ തോന്നുന്നത്. എന്താ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ? ഞങ്ങൾക്ക് മാജിക് അറിഞ്ഞാൽ ഞങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞങ്ങൾ എന്തിനാ അത്രയും കഷ്ടപ്പെടുന്നത്? ഇത് നോക്കിയേ, ഞങ്ങളുടെ ID കാർഡാണ് ഇത്. ഇത് എന്റെ ID കാർഡാ. എടേ, നിങ്ങളുടെ ആധാർ കാർഡ് കാണിച്ചേ. ഒരു സേട്ടിനെയാണോ പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങളെ വെറുതെ വിടൂല. എനിക്ക് കിട്ടേണ്ട ഖജനാവ് നിങ്ങൾ രണ്ടുപേരും ഇല്ലാണ്ടാക്കിയില്ലേ? ചേട്ടാ, ഞങ്ങൾ ഒറിജിനലാ. ചേട്ടാ, നിങ്ങൾ ഞങ്ങൾക്ക് പടയൊക്കെ മേടിച്ചു തന്നില്ലേ? ഞങ്ങളെ മനസ്സിലാവുന്നില്ലേ? എനിക്ക് നഷ്ടം ഉണ്ടാക്കിയതും പോലെ പറ്റിക്കാൻ നോക്കുവാണോ? എടാ, നിങ്ങളെ രണ്ടുപേരെയും. ചേട്ടോ, ക്ഷമിക്കുന്നതിനൊരു അതിരുണ്ട്. ഇനി ഞങ്ങൾ ആരാണ് കാണിച്ചു തരാം. എന്താ സന്തോഷായില്ലേ? അതേ ഭൂതം ബോസേ, വളരെ നന്ദി. എന്ത് പറ്റി? പൊട്ടിപ്പോയ മൊബൈൽ പോലെ നിന്റെ മുഖം എന്താ ഇങ്ങനെ ആയത്? ഇന്നെനിക്ക് സമയം ഒട്ടും ശരിയല്ല. എന്റെ അസിസ്റ്റന്റുമാരും എന്നെ തല്ലിച്ചതച്ചു. പിന്നെ എന്റെ ഖജനാവും എനിക്ക് കിട്ടാതെയായി. എത്ര നഷ്ടം? ലക്ഷക്കണക്കിന് രൂപ കിട്ടുമായിരുന്നു. ടെൻഷൻ അടിക്കാതെ, നിന്റെ നഷ്ടം ഞാൻ ഏറ്റെടുക്കാം. സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ രൂപത്തിൽ പേയ്മെന്റ് വാങ്ങാം. എന്തോ സംഭവിക്കുന്നത് ഇവിടെ? എന്താ $100 മതിയോ? അല്ല, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? ഇനി മായാജാലം മറ്റോ ആണോ? നോ 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 മായാജാലം. ഞങ്ങൾ ചെയ്യുന്നത് വെറും ഭൂതജാലമാണ്. ഭൂതജാലമോ? പക്ഷെ എന്തിന്? ഞങ്ങൾ ഭൂതങ്ങളാണ്. രക്ഷിക്കണേ, ഭൂതം! ഇതെന്താ? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്റെ രൂപം തന്നെ മാറ്റി കളഞ്ഞല്ലോ. എന്നെ ഒരു താക്കോലാക്കി കളഞ്ഞല്ലോ. ഇത് നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ്. ഇനി ജീവിതകാലം മുഴുവനും നീ ഇങ്ങനെയാണ് ഇരിക്കാൻ പോകുന്നത്. എന്ത്? വേണ്ട 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 വേണ്ട. പക്ഷെ എന്തിനാ? പാപം ചെയ്തില്ലേ, അപ്പൊ ശിക്ഷയും അനുഭവിച്ചോ. പാവോ? എന്ത് പാവം? ആരോടാ പാവം ചെയ്തത്? പാണ്ഡേ സാറിനെ അറിയോ? ഞാൻ ഇയാളുടെ ജീവിതം നശിപ്പിച്ചവനാ. അതുകൊണ്ടാണ് ഭൂത ബോസ് നിന്റെ രൂപം ഇല്ലാതാക്കിയത്. ഇപ്പോൾ നീ ചാവി പോൽ ജീവിതകാലം മുഴുവനും ഇങ്ങനെ തന്നെ ഇരുന്നു. വേണ്ട 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 വേണ്ട.
ഞാൻ ഇനി ഒരു കളവും ചെയ്യില്ല എന്റെ ഭൂതം ബോസ്. പാണ്ഡ്യ സാറ് വിവരമില്ലാതെ ചെയ്തു പോയതാ. ഐ എം സോറി. ഞാൻ ചെയ്ത കുറ്റങ്ങളൊക്കെ സമ്മതിക്കാം, എന്നിട്ട് സറണ്ടർ ആയിക്കോളാം. ഹൈ, നല്ല പേരാണല്ലോ, ഹാപ്പിപുരം. അതായത് നോ ക്രൈം, എല്ലാരും ഹാപ്പി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ എനിക്കൊരു ജോലി ഉണ്ടാവില്ല. അല്ല, ഇത്രയും വലിയ താക്കോലോ? ഓ, ഭൂതം ബോസോ? ആരാ ഇത്? എന്നെ അറസ്റ്റ് ചെയ്യൂ, ഞാൻ കള്ളനാണ്, ഞാനാണ് മോഷ്ടിച്ചത്. പക്ഷെ പാണ്ഡേ സാറാന്ന് ഞാൻ കള്ളം പറഞ്ഞു. പ്ലീസ് എന്നെ അറസ്റ്റ് ചെയ്യൂ, ഇവരടുത്ത് തന്നെ ഒന്ന് രക്ഷിക്കൂ. പുതിയ ട്രാൻസ്ഫറിനും പുതിയ ജോലിക്കും കൺഗ്രാചുലേഷൻസ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ, എന്നിട്ട് പാണ്ഡേ സാറിനെ വെറുതെ വിട്ടേക്കേ. താങ്ക് യു ഭൂതം ബോസേ. താങ്ക് യു ടക്കേല പക്കേല. മെൻഷൻ നോട്ട് പാണ്ഡേ സാർ. ഇനി നിങ്ങളുടെ ജോലിയും ജീവിതവും എൻജോയ് ചെയ്യൂ. പിന്നെ പക്കേല, എന്താണ് എനിക്ക് ഡിന്നറിന്? അമേദിപുരത്തിന് അടുത്ത്, താഴ്വാരത്തിനടുത്തുള്ള ആറ്റങ്കരയിനടുത്ത്, മണലാരണ്യത്തിൽ മുരിങ്ങ മരത്തിന്റെ മുകളിൽ ആ മന്ത്രവാദി ചമേലയുടെ റെസ്റ്റോറന്റിൽ ബുക്ക് ചെയ്തു. എന്തിനാ വൈകിക്കുന്നത്?